ഹലോ, ഞാൻ ഡോക്ടർ പൊന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടോളെബ്രൂട്ടിനിബ് എന്നുള്ളൊരു മരുന്നിനെ പറ്റിയാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന അസുഖത്തിന് കൊടുക്കുന്ന മരുന്നാണ് ടോളെബ്രൂട്ടിനിബ്. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്? അപ്പോൾ നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം, പിന്നെ സ്പൈനൽ കോർഡ്, സുഷുമ്നാ നാഡി, അപ്പോൾ ഇതിലെല്ലാം ന്യൂറോൺസിന്റെ കൂട്ടങ്ങളുണ്ട്, അതായത് നെർവ്സ്. അപ്പോൾ ആ നെർവ്സിന്റെ ഓരോ സെല്ലിനും കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിന്റെ പേരാണ് മയലിൻ. അപ്പൊ ഈ മൈലിൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലോട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് ബ്രെയിൻ നമ്മുടെ ബോഡിയിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും, നമുക്ക് കൈ ഇങ്ങനെ മൂവ് ചെയ്യാനും, നമുക്ക് സ്പർശനശേഷി ഉള്ളതുമൊക്കെ ഈ മൈലിൻ പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ മൈലിൻ ഊരിപ്പോയാൽ, ഈ കവറിങ് ഇളകിപ്പോയാൽ നമുക്ക് ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ബലക്ഷയം വരാം, തരിപ്പ് വരാം, അങ്ങനെ ഇംബാലൻസ് വരാം, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് വരാം. അപ്പൊ ഈ അസുഖത്തിനെയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി നെർവിന്റെ കവറിങ് ഊരിപ്പോകുന്ന അസുഖം. അത് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബോഡിയിലെ ചില സെൽസ് തന്നെയാണ് ഈ കവറിങ് ഊരി പോകാനായിട്ട് നമ്മുടെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ടോളെബ്രൂട്ടിനിബ്. അത് റീസെന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓഗസ്റ്റ് 2025 UAE അത് അപ്രൂവ് ചെയ്തത്. അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തന്നെ പല വിധത്തിലുണ്ട്. ചില ടൈപ്പിൽ നമുക്കൊരു ബലക്ഷയം വരും, അത് മരുന്ന് കൊടുത്ത് മാറും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് പിന്നെയും ഒരു ബലക്ഷയോ തരിപ്പോ അങ്ങനെ വേറൊരു എപ്പിസോഡ് വരും. അങ്ങനെ പല പ്രാവശ്യം വരുന്ന ടൈപ്പിനെയാണ് റിലാക്സിംഗ് റെമിറ്റിംഗ് എന്ന് പറയുന്നത്. ചില ആൾക്കാരിൽ ബലക്ഷയം അല്ലെങ്കിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യും. അല്ല, യൂറിനറി പ്രോബ്ലം, യൂറിനറി ഡിഫിക്കൽട്ടി, നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ മോശമായിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് പ്രോഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോളെബ്രൂട്ടിനും പ്രോഗ്രസീവ് ഫോംസ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിലാണ് യൂസ്ഫുൾ ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്ത് നമ്മുടെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ സെൽസിനെതിരെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പല പഠനങ്ങളും തെളിയിക്കുന്നത് ഇത് ഡിസബിലിറ്റി പ്രോഗ്രഷൻ തടയും. അതായത് നമ്മുടെ ബലക്കുറവ് അല്ലെങ്കിൽ ബലക്ഷയം പോലുള്ള കാര്യങ്ങൾ വേഴ്സ് ആകാതെ, മോശമാകാതെ ഇത് പ്രിവെന്റ് ചെയ്യുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സൈഡ് എഫക്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിലെ എൻസൈംസ് ചെറുതായിട്ട് കൂടുന്നതായിട്ടും പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്ക് വരാവുന്നതായിട്ടും ചില പഠനങ്ങളിലുണ്ട്, ചെറിയ ചുരുക്കം ആളുകളിൽ. അപ്പൊ ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസബിലിറ്റി പ്രോഗ്രഷനുള്ള രോഗികളിൽ പല മരുന്നുകളും കൊടുത്തിട്ടും ബലക്ഷയം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മരുന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ മരുന്നായതുകൊണ്ട് സേഫ്റ്റി പ്രൊഫൈലിനെ പറ്റി കുറച്ച് നാളും കൂടെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പല പഠനങ്ങളിലും ഈ രണ്ട് യൂറിൻ ഇൻഫെക്ഷനും പിന്നെ ലിവർ എൻസൈമിന്റെ ഒരു എലിവേഷനും മാത്രമാണ് കാണിച്ചിട്ടുള്ളത്.